ഈ മെയിൻ്റനൻസ് നടക്കണത് പാലക്കാടാണ് കേട്ടോ. പാലക്കാട് ടൗണിൽ തന്നെയാണ് വീട് വരുന്നത്. അപ്പോൾ കാലത്ത് തന്നെ നമ്മൾ ഓഫീസിൽ നിന്ന് ഇറങ്ങി ഒരു 10 മണിക്ക് ആകുമ്പോഴേക്കും അവിടെ സൈറ്റിലെത്തി. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഫിൽട്ടർ യൂണിറ്റ് എന്ന് പറയാൻ ഒരു 3 സ്റ്റേജിലുള്ള ഫിൽട്ടർ യൂണിറ്റ് ആണ് ഈ വീട്ടിലുള്ളത്. ഇപ്പോൾ ഏകദേശം 10 വർഷത്തോളമായി. അപ്പോൾ അതിനിടയ്ക്ക് ചെറിയ മെയിൻ്റനൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു സാൻഡ് ഫിൽട്ടർ, ആക്ടിവേറ്റഡ് കാർബൺ ഫിൽട്ടർ, പിന്നെ ഒരു വാട്ടർ സോഫ്റ്റ്നറാണ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ ഫിൽറ്ററുകളുടെ എല്ലാ വാൽവുകളും 3 വാൽവുകളും എല്ലാത്തിനും ലീക്കും കാര്യങ്ങളും ഉണ്ടായിരുന്നു. നമ്മൾ ഇവിടെ ഈ ഫിൽറ്ററുകളിലെ 3 വാൽവുകളും റീപ്ലേസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഉണ്ടായിരുന്ന പ്രശ്നമാണ് ഈ ക്ലയന്റിന് ഫിൽട്ടർ ആയി വരുന്ന വെള്ളത്തിൽ കറുത്ത പൊടി പോലെ വരുന്ന പ്രശ്നം ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഫിൽട്ടർ മീഡിയ കംപ്ലീറ്റ് ആയിട്ട് എക്സോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി മീഡിയ റീപ്ലേസ് ചെയ്യാന്നുള്ളൊരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. നമ്മൾ 3 ഫിൽറ്ററുകളിലത്തെയും ഫിൽറ്റർ മീഡിയ സാൻഡും ആക്ടിവേറ്റഡ് കാർബണും സോഫ്റ്റ്നറും കംപ്ലീറ്റ് മീഡിയ മാറ്റി പുതിയൊരു സിസ്റ്റം പോലെ ആക്കിയിട്ട് മെയിൻ്റനൻസ് ചെയ്യാണ് ചെയ്തത്. പിന്നെ പഴയ സിസ്റ്റത്തിൽ ഇതിന് സോഫ്റ്റ്നറിന് മാത്രമാണ് പ്രഷർ ഗേജ് ഉണ്ടായിരുന്നത്. നമ്മൾ അഡീഷണൽ ഒരു 2 പ്രഷർ ഗേജും കൂടി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. കാരണം ഇൻലെറ്റ് പ്രഷർ എത്രയാണ് വരുന്നത് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിവിടുത്തെ മെയിൻ്റനൻസ് കംപ്ലീറ്റ് ചെയ്ത് ഓൾമോസ്റ്റ് ഒരു പുതിയ സിസ്റ്റം പോലെ ആക്കി തീർത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ വാൽവുകളും ഫിൽറ്റർ മീഡിയയും എല്ലാം റീപ്ലേസ് ചെയ്ത് ഇപ്പോൾ ലീക്കും ഒന്നും ഇല്ലാത്ത ഒരു പുതിയ സിസ്റ്റം പോലെ ആക്കി മാറ്റിയിട്ടുണ്ട്. ഇനി ഇവിടെ കറക്റ്റായിട്ട് ബാക്ക് വാഷ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് ഫിൽറ്റർ ഉപയോഗിക്കുക എന്നുള്ളത് മാത്രമാണ് കസ്റ്റമർക്ക് നോക്കാനുള്ളൂ. അപ്പോൾ ഇതുപോലെ ഫിൽട്രേഷൻ സിസ്റ്റവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും മെയിൻ്റനൻസുകൾക്കോ അതോ പുതിയ ഫിൽട്രേഷൻ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുന്ന എന്തെങ്കിലും എൻക്വയറീസ് ഉണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ ശീലമാക്കാം ശുദ്ധജലം.